ഇവളെൻ്റെ അസറ്റായിരുന്നോ? ഓ, എൻ്റെ പേരൻസ് എൻ്റെ അസറ്റാണ്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്, ഓ അവളെൻ്റെ അസറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ അസറ്റാണ്. വെൽക്കം ബാക്ക് ടു ലെഡ്ജർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. സോ ഇന്നത്തെ നമ്മുടെ അക്കൗണ്ടിങ് ടേം അസറ്റ്. അസറ്റ് നമ്മളെ എപ്പോഴും അക്കൗണ്ടൻസി എവിടെ പഠിക്കുന്നു, അക്കൗണ്ടിങ് എവിടെ കേൾക്കുന്നു, ഈവൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നു, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് എന്താണ് അസറ്റ്. അസറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മലയാളത്തിൽ അതിനെ സ്വത്ത് എന്ന് പറയും. സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം എന്നൊക്കെ പറയും. സമ്പാദ്യം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ടേം കൂടെ ഉണ്ട് അക്കൗണ്ട്സിൽ. ഇതിപ്പോൾ സ്വത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അസറ്റ് ഒറിജിൻ ചെയ്ത വേർഡ് എന്ന് പറഞ്ഞാൽ അസസ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇനഫ് അല്ലെങ്കിൽ സഫിഷ്യൻ്റ് എന്നാണ് അത് പറയുന്നത്. എന്താണ് അസറ്റ്? ഒരു 3 ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഡെഫിനിഷനിൽ പറയുന്ന 3 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അസറ്റ് ഇസ് കംപ്ലീറ്റ്. അസറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ്? ബിസിനസ്സിൻ്റെ കയ്യിലാണ്. അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു റിസോഴ്സാണ്. അസറ്റിൽ നിന്നും ബിസിനസ്സിന് ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അപ്പോൾ 3 പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? അസറ്റ് ഇസ് എ റിസോഴ്സ്, ഇറ്റ് ഇസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. ആൻഡ് തേർഡ് ഇസ് അതിനകത്തുനിന്ന് നമുക്ക് എന്തുണ്ടാവും? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതാണ് അസറ്റിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന 3 പോയിൻറ്റ്സ്. ഈ 3 പോയിൻറ്റ്സ് ഓർത്തിരിക്കുകയാണെങ്കിൽ അസറ്റ് ഡെഫിനിഷൻ ഇസ് കംപ്ലീറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ആർ ദെയർ. മെയിൻലി അസറ്റിനെ നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. 1 ഫിക്സഡ് അസറ്റ്, 2 കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ ടേമിൽ തന്നെയുണ്ട്. ഫിക്സഡ് മീൻസ് അക്കൗണ്ടിങ് ടേം അല്ലെങ്കിൽ അക്കൗണ്ട്സിനെ സംബന്ധിച്ച് ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ലോങ് ടേം പീരീഡിൽ നിന്നും അല്ലെങ്കിൽ ഫിക്സഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 ഇയറിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഓർത്തിരിക്കുക, മോർ ദാൻ 12 മന്ത്സ്. 12 മന്ത്സിൻ്റെ ക്രൈറ്റീരിയ എപ്പോഴും എവിടെയും പറയുന്നൊരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെഷീനറി, വെഹിക്കിൾസ്, ബിൽഡിംഗ്, ലാൻഡ്. ഇതെല്ലാം ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഫിക്സഡ് അസറ്റാണ്. അതായത് നമുക്കതിനെ പെട്ടെന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ ലെസ് ദാൻ 12 മന്ത്സിനുള്ളിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് അല്ല. അതിനെക്കൊണ്ട് നമ്മൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്താണ്? കറണ്ട് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്യാഷ്, ബാങ്ക്. ഇപ്പം നമ്മൾക്ക് ക്യാഷ് എന്ന് വെച്ചാൽ നമ്മുടെ ലിക്വിഡ് ക്യാഷ് കയ്യിലുണ്ട്. ബാങ്കിലും നമ്മുടെ FD കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. തേർഡ് വൺ ഇസ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ ടേം ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോകളിൽ ചെയ്യാം. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഒരാൾക്കൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുകയാണ്. അത് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യത്തില്ല. നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റിനായിരിക്കും. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കടം കൊടുക്കും, ലേറ്റർ ദേ വിൽ പേ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നൊരു ടേം ഉണ്ട്, ഡെറ്റേഴ്സ്. ഓക്കെ, അവരെ നമുക്ക് എനി ടൈം വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ക്യാഷ് ബിക്കോസ് അവർ നമുക്ക് പൈസ തരാനുള്ളവരാണ്. അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഏത് ഹെഡിലാണ്? കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്യാഷ്, ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, നമ്മുടെ സ്റ്റോക്ക് മീൻസ് ഇൻവെൻട്രി. അത് നമുക്ക് എപ്പോൾ വേണേലും ലിക്വിഡേറ്റ് ചെയ്യാം. Anything that can be converted immediately into cash or liquidate into cash comes under current asset. ഓക്കെ, അപ്പോൾ ഇതാണ് അസറ്റ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു. അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അസറ്റ് 2 ടൈപ്പാണ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അപ്പോൾ അസറ്റ് ഒരു ബിസിനസ്സിന് ആവശ്യമാണോ? ആവശ്യമാണ്. ഇതോടെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് എവിടെ ഒരാളുണ്ടോ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരാളും കാണും. ഓക്കെ, അസറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു എനിമിയും കൂടെ ഉണ്ട്. എനിമി ഇൻ ദ സെൻസ് ആക്ച്വലി എനിമിയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചാൽ ചിലപ്പം നമ്മൾ അങ്ങനെയും മെമ്മറൈസ് ചെയ്തിരിക്കണം എന്നില്ല. സോ അത് റിലേറ്റ് ചെയ്ത് പഠിക്കുക, തമാശ രൂപത്തിൽ പഠിച്ച് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും സ്റ്റോർഡ് ആയിരിക്കും. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.